കാരണം മലയോര മേഖലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. അതനുസരിച്ചുള്ള പ്രതികരണം മലയോര മേഖലകളിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അതുപോലെ തന്നെ സാമൂഹ്യ വിഭാഗങ്ങളൊക്കെ വളരെ ശക്തമായി ഇക്കാര്യം ആവശ്യപ്പെട്ടു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അപ്പോൾ ആ ആവശ്യത്തെ പൂർണ്ണമായും കണ്ണടച്ചാൽ അല്ലെങ്കിൽ ആ ആവശ്യത്തെ പൂർണ്ണമായും അവഗണിച്ചാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്ന തിരിച്ചറിവ് കൂടി ഒരുപക്ഷെ ഈ നിയമനിർമ്മാണത്തിന് പിന്നിൽ ഉണ്ടാകാം. എന്തായാലും കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരികയാണ്. മന്ത്രിസഭ ഈ ബില്ല് അംഗീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സ്റ്റെഫിൻ മറ്റന്നാൾ മുതൽ തിങ്കളാഴ്ച മുതൽ നിയമസഭ സമ്മേളിക്കുകയാണല്ലോ. ഈ സെഷനിൽ ഈ നിയമം വരുമോ? ഏതായാലും അവതരിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തിങ്കളാഴ്ച നിയമസഭ ചേരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് തന്നെ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റ് കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് ഈ വിവിധ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ വ്യവസ്ഥകൾ ഈ ബില്ലിൻ്റെ അകത്ത് ഉൾപ്പെട്ട് അല്ലെങ്കിൽ നിയമമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ്. പല പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അക്രമകാരിയായ ഒരു മൃഗത്തെ കൊല്ലണമെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വേണം. അത് ഒന്ന് കുറച്ച് താഴേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് അവകാശം നൽകുന്ന തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? അല്ലെങ്കിൽ അക്രമകാരികളായ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എം പി ടെലിഫോണിലുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, മലയോര മേഖലയിലുള്ള മനുഷ്യരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഉപദ്രവകാരികളായ വന്യജീവികളെ കൊല്ലാൻ അധികാരം നൽകുന്ന നിയമനിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. നിയമസഭയിൽ ഉടൻ വരും. ആശ്വാസകരമാണോ? അല്ല, അതിനകത്ത് ഇതൊരു വ്യാഖ്യാനിക്കുന്നതിന്റെ പ്രശ്നമാണ്. നിലവിലുള്ള നിയമം വന്യജീവി ആക്ട് ഭേദഗതി നിയമത്തിൽ തന്നെ അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതിയുണ്ട്. ആ അനുമതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കൊന്നിട്ടുമുണ്ട്. അതായത് പീരുമേട്ടിൽ ഗ്രാമ്പി എസ്റ്റേറ്റിൽ ഒരു കടുവയെ ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ച് കൊന്നത് നമ്മളെല്ലാവരും TV ചാനലിലൂടെ കണ്ടതാണ്. ആ വെടിവെച്ച് കൊന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊല്ലാനുള്ള നമുക്ക് അറിയാമല്ലോ അതിൽ നിയമപ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പോ റവന്യൂ ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു തീരുമാനം എടുത്താലും അത് നിയമപരമായി പിന്നീട് ചോദ്യം ചെയ്യാം. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും അവർ നിയമ നടപടികൾ പിന്നീട് നേരിടേണ്ടി വരും. ഒരിക്കലുമില്ല. അതായത് അത് സംസ്ഥാന ഗവൺമെന്റാണ് തീരുമാനിക്കുന്നത് ഏത് മൃഗത്തെയാണ് കൊല്ലേണ്ടത് എന്നുള്ളത്. അത് കൊല്ലാനുള്ള അനുമതി ഇവർക്ക് ഉള്ളതാണ്. ഉള്ള അനുമതി ഇവർ നടപ്പാക്കുന്നതാണ് പ്രശ്നം. പിന്നീട് അത് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ സംസാര വിഷയമായി കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞപ്പോൾ അവരിത് ജനങ്ങൾക്ക് മുമ്പാകെ എന്തോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു ഇടപെടലായിട്ട് വേണം അതിനെ കാണാൻ. അതായത് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, നിലവിലുള്ള കേന്ദ്ര നിയമത്തിൽ തന്നെ ഈ മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി ഉള്ളതാണ്. അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് ഇല്ലാതെ പോയി. ആ കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിക്കുകയും അതിന്റെ പേരിൽ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ തരത്തിൽ ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്കൊന്നും വ്യക്തമാകുന്നത്. ഞങ്ങളോട് ആരോട് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമല്ല. എന്ത് തന്നെയാണെങ്കിൽ ഒരു കാര്യത്തിൽ സംശയമില്ല, വന്യമൃഗങ്ങൾ അപകടകാരിയാകുമ്പോൾ അവയെ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല. അത് ചെയ്യുക തന്നെ വേണം. ആ കാര്യത്തിൽ എത്രത്തോളം ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇവിടെ കാണേണ്ടതായിട്ടുള്ളത്. നിരവധി എത്രയോ ആളുകളുടെ മനുഷ്യജീവിതങ്ങളാണ് ഈ പറയപ്പെടുന്ന രീതിയിൽ ഗവൺമെന്റ് ആക്ട് ചെയ്യാത്തതിന്റെ പേര്. സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം വീഴ്ചയായിരുന്നത്, അല്ലാതെ മറ്റാരുടെയും വീഴ്ചയല്ലത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ആ അനുമതി സംസ്ഥാന ഗവൺമെന്റിന് ഉള്ളതാണ്, നിയമത്തിലുള്ളതാണ്. അത് പാലിക്കാൻ അവർ തയ്യാറാകാത്തിടത്തായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്നോ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഈ കാര്യങ്ങൾ അതിൻ്റെതായ നിലയിൽ കാണട്ടെ, അതിനുശേഷം മറുപടി പറയാം. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ്. എന്തായാലും ഈ നിയമത്തിന്റെ ടെക്സ്റ്റ് വരട്ടെ. നിയമസഭയിൽ എത്തുമ്പോൾ സ്വാഭാവികമായി എന്താണ് ഈ നിയമനിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ നിയമത്തിൽ പറയുന്നത് എന്നുള്ളത് വ്യക്തമാകും. അപ്പോൾ അതുവരെ കാത്തിരിക്കാമെന്ന നിലപാടാണ് കോൺഗ്രസിലും അതുപോലെ തന്നെ മലയോരത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ ഉള്ളത്. എന്തായാലും ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കഴിഞ്ഞ ഒരു 4-5 വർഷം എടുത്താൽ വന്യജീവി മനുഷ്യ സംഘർഷം അതിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലാണ്.